നിങ്ങൾക്ക് എത്ര നേരം വരെ കടലിന്റെ അടിയിൽ ചിലവഴിക്കാൻ സാധിക്കും? അതും ഒരു രീതിയിലുമുള്ള ഓക്സിജൻ സപ്ലൈ ഇല്ലാതെ തന്നെ. ഏറിപ്പോയാൽ ഒരു 5 മിനിറ്റ് അല്ലേ? എന്നാൽ ഹാരിസൺ ഒക്കേനെ എന്ന നൈജീരിയൻ യുവാവ് ബോട്ട് അപകടത്തിൽപ്പെട്ടുണ്ടായ ഒരു ചെറിയ എയർ ബബിളിന്റെ സഹായത്തിലിരുന്നത് 3 ദിവസമാണ്. അയാൾ എങ്ങനെയായിരുന്നു അവിടെ അതിജീവിച്ചത്? പിന്നീട് അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? സോ ഇന്ന് ക്രൈസിപീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഹാരിസൺ ഒക്കേനയുടെ അതിജീവന കഥയിലേക്കാണ്. നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. 2013 മെയ് മാസം നൈജീരിയയുടെ തീരത്ത് ജാക്സൺ 4 എന്ന ടഗ് ബോട്ട് കടലിൽ ജോലിക്കിറങ്ങി. അന്ന് കാലാവസ്ഥ നല്ലതായിരുന്നില്ല. ഉയർന്ന തിരമാലകൾ ഉണ്ടായിരുന്നു, കൂടാതെ കാറ്റ് ശക്തമായിരുന്നു. പക്ഷെ അവർക്ക് അതൊന്നും പുതുമയല്ലായിരുന്നു. സമുദ്രം തന്നെയാണ് അവരുടെ ജീവിതവും. അതിനിടെ പെട്ടെന്ന് വലിയൊരു തിരമാല വന്നു. ഒറ്റ നിമിഷം കൊണ്ട് ബോട്ട് നിയന്ത്രണം വിട്ടുമാറിഞ്ഞു. പിന്നെ അത് കടലിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോയി. അതിനുള്ളിൽ 12ഓളം ജീവനക്കാർ കുടുങ്ങി. അവരിൽ ഒരാളായിരുന്നു കുക്കിംഗ് അസിസ്റ്റന്റ് ആയിട്ടുള്ള ഹാരിസൺ ഒക്കേനെ. അവൻ അന്ന് ബാത്റൂമിലായിരുന്നു. ബോട്ട് കുലുങ്ങിയപ്പോൾ അവൻ താഴേക്ക് വീണു. വെള്ളം അതിവേഗം അകത്ത് കയറി തുടങ്ങി. പിന്നെ ആ ബോട്ട് പൂർണ്ണമായും ഇരുട്ടിലായി. അവൻ ഒരു വാതിൽ തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും വെള്ളത്തിന്റെ സമ്മർദ്ദം കാരണം അത് സാധിച്ചില്ല. അവൻ നീന്തി പിന്നീട് ചെറിയൊരു മുറിയിലേക്ക് ചേക്കേറി. അവിടെ വെള്ളത്തിന് മേൽ ചെറിയൊരു വായു ബബിൾ ഉണ്ടായിരുന്നു. അതാണ് അവന്റെ ജീവന്റെ ഏക പ്രതീക്ഷ. കടലിനടിയിൽ പൂർണ്ണ ഇരുട്ടിൽ തണുത്ത വെള്ളത്തിൽ ഒരൊറ്റ തെറ്റായ ചലനം പോലും അവന്റെ ജീവൻ ഇല്ലാതാക്കുമായിരുന്നു. അവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. വെള്ളം തണുപ്പായതിനാൽ അവന്റെ പാദങ്ങൾ തളർന്നുപോയി. അവൻ തന്റെ ഭാര്യയെയും കുടുംബത്തെയും ഓർത്തു. അവൻ മനസ്സിൽ ബൈബിളിലെ വാക്യങ്ങൾ ആവർത്തിച്ചു. ദൈവമേ, എനിക്ക് ജീവിക്കാൻ ഒരവസരം തരണം. മണിക്കൂറുകൾ കടന്നു, പക്ഷേ രക്ഷയില്ല. പ്രതീക്ഷയും ഭയവും ഒരുമിച്ചുള്ള ആ 3 ദിവസങ്ങൾ കടന്നുപോയത് അവൻ പോലും അറിഞ്ഞില്ല. 3ാമത്തെ ദിവസം ഡൈവർമാർ ബോട്ടിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുവാൻ വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങി. അവർ വിചാരിച്ചത് അവിടെ ആരും ജീവിച്ചിരിക്കില്ല എന്നതായിരുന്നു. പക്ഷെ ഒരു ഡൈവർ കപ്പലിന്റെ അകത്ത് ഇരുന്നുകൊണ്ടിരിക്കെ ഒരിടത്ത് നിന്ന് ഒരു കൈ വെള്ളത്തിനടിയിൽ നീങ്ങുന്നത് കണ്ടു. ആദ്യം അവൻ ഞെട്ടി. അതൊരു മൃതദേഹമാണെന്ന് കരുതി. പക്ഷെ അടുത്ത് ചെന്നപ്പോൾ മനസ്സിലായി അയാൾക്ക് ജീവനുണ്ട് എന്ന്. അതായിരുന്നു ഹാരിസൺ ഒക്കേനെ. 3 ദിവസം കടലിന്റെ അടിയിൽ ചെറിയൊരു വായു ബബിൾ മാത്രം ആശ്രയിച്ച് അവൻ ജീവിച്ചു. അവനെ മുകളിലേക്ക് കൊണ്ടുവരുന്നത് വളരെയേറെ അപകടമായിരുന്നു. കാരണം കടലിലെ സമ്മർദ്ദം അവന്റെ ശരീരത്തെ ബാധിച്ചിരുന്നു. ഡൈവർമാർ അത്യന്തം സൂക്ഷിച്ചാണ് അവനെ മുകളിലേക്ക് കൊണ്ടുവന്നത്. അവനൊടുവിൽ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചു. അവൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു, പക്ഷേ ദൈവം എന്നെ വീണ്ടും ജീവിപ്പിച്ചു. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ജീവിതം എത്ര ഇരുണ്ടാലും പ്രതീക്ഷ കൈവിടരുത്. ഇതുപോലെയുള്ള വിശ്വാസം തന്നെയാണ് ജീവന്റെ യഥാർത്ഥ കരുത്ത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.